ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീണയും വിപിനും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക. അതായത് കല്യാണിയുടെ അച്ഛനും അമ്മയും. അവരെന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നേരിട്ടൊരു കോടതി വ്യവഹാരത്തിലേക്ക് കടക്കണ്ട, അതിനു മുമ്പ് നിങ്ങളോടൊന്ന് സംസാരിച്ചു നോക്കാന്ന്. എന്തായാലും കൊച്ചിനെ ഞങ്ങൾ വിട്ടു തരികയല്ല. ഇല്ലോടാ, വീണ ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോഴും ഇവിടെ നിയമം ഉണ്ടായിരുന്നു മേഡം. ഇത്രയും കാലം അത് അമ്മയില്ലാതെ വളർന്നപ്പോഴും അതേ നിയമം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അന്നാരും ഇതുപോലെ ഇവിടെ വന്നിട്ടില്ല അമ്മയുടെ സ്നേഹം തിരിച്ചു പിടിച്ചു കൊടുക്കാനായിട്ട്. പക്ഷെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വന്നപ്പോ നിയമം വന്നു, വക്കീലും വന്നു. ഹരി ഈ കാര്യത്തിൽ കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കണം. ആ കുഞ്ഞിനെ ഇവിടെ നിർത്താനുള്ള യാതൊരു അവകാശവും നിങ്ങൾക്കില്ല. അവരൊരു പരാതി ഫയൽ ചെയ്താൽ നിങ്ങൾക്കത് മറികടക്കാൻ പറ്റില്ല. അത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നോക്കൂ മേഡം, എല്ലാ കാര്യത്തിനും നിയമപരമായ വഴിയുണ്ടാവും, മനസാക്ഷിയുടെ വഴിയും ഉണ്ടാവും. വീണ എങ്ങനെയാണെന്ന് ഹരിയുടെയും കല്യാണിയുടെ അടുത്തുനിന്ന് അറിഞ്ഞിട്ടുള്ളതാണ് ഞാൻ. ആ കുഞ്ഞിനെ ഒന്ന് സ്നേഹിക്കാൻ ഇവരൊക്കെ വീണയോട് എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നറിയോ? എന്തിന്? ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണയോട്. പക്ഷേ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലില്ല അവളിവിടെ കുടിയേറി പാർക്കാൻ വേണ്ടി വന്ന്. ആ നേരത്തെ കുഞ്ഞിനോട് പെരുമാറിയത് ഒരു ചെകുത്താൻ പെരുമാറും പോലെയാ. അവക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കാനോ? പിന്നെ ആ കുഞ്ഞിന് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? അവളുടെ ജീവിതത്തിൽ ഇനി എന്ത് പ്രതീക്ഷയാണുള്ളത്? ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾക്കത് സ്വീകാര്യമല്ലെങ്കിൽ ഞാനൊരു പരാതി കോർട്ടിലേക്ക് മൂവ് ചെയ്യാം. മാഡം മാഡം എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞങ്ങൾക്കാവുന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. വീണയ്ക്ക് വിപിനോടൊപ്പം ജീവിക്കാനുള്ള ഒരു ആയുധം മാത്രമാണ് മോള്. പക്ഷെ ഞങ്ങൾക്കതല്ല. അവളെന്റെ പൊന്നു മോളാ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. പിന്നെ ഹരി, ഇത് തികച്ചും ഒഫീഷ്യലാണ്, നത്തിങ് പേഴ്സണൽ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അവളെ കരുതി കൂട്ടിട്ടാ അവക്ക് പറ്റിയൊരു വക്കീലും. നമ്മൾ ഇനി എന്ത് ചെയ്യും? അമ്മാവ, നമുക്ക് അച്ഛനോടും അമ്മയോടും ചോദിക്കാം. ആദ്യം വന്ന വക്കീലിനെ കുറിച്ച് അറിയണ്ടേ? മധുര നൊമ്പരക്കാറ്റ്